അടുത്ത വർഷത്തെ ഏറ്റവും വലിയ ഇന്ത്യൻ റിലീസ് ഏതെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. നിതേഷ് തിവാരിയുടെ രാമായണ പാർട്ട് 1. ഏകദേശം $100 മില്യൺ ബഡ്ജറ്റുള്ള അഥവാ 840 കോടി ഇന്ത്യൻ രൂപ ബഡ്ജറ്റുള്ള ഈ ഒരു ബ്രഹ്മാണ്ഡ സിനിമയിൽ രാമനായി രൺബീർ കപൂറും രാവണനായി യാഷും സീതയായി സായി പല്ലവിയും എത്തുന്നു. 2 പാട്ടുകളായി വരാനിരിക്കുന്ന ഈ ഫ്രാഞ്ചൈസ് ഓരോ പാട്ടിനും 840 കോടി ഇന്ത്യൻ രൂപ ബഡ്ജറ്റായി നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ പടത്തിന്റെ 3 മിനിറ്റോളം ഡ്യൂറേഷനുള്ള ഒരു ഗ്ലിംസ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതൊരു റിവ്യൂയും ഒന്നും തന്നെയല്ല, മറിച്ച് ഗ്ലിംസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം. മ്യൂസിക് ചില സ്ഥലങ്ങളിൽ മികച്ച രീതിയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ അത് വളരെയധികം അരോചകമായി അനുഭവപ്പെടുന്നുണ്ട്. മെയിൻലി ഒരുപാട് വിഷ്വലുകളൊന്നും തന്നെ പടത്തിൻ്റെതായി ഗ്ലിംസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പടത്തിൻ്റെ കാസ്റ്റും അവർ പ്ലേ ചെയ്യുന്ന റോൾസും പിന്നെ പടത്തിൻ്റെ ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടറിനെ എല്ലാം പരിചയപ്പെടുത്തിയായിരിക്കാം ഈ ഗ്ലിംസിലൂടെ അവർ ഉദ്ദേശിച്ചത്. ഗ്ലിംസിൻ്റെ ലാസ്റ്റ് പോർഷനിലാണ് നമുക്ക് കുറച്ചെങ്കിലും സിനിമയിൽ വിഷ്വലുകൾ കാണാനായത്. വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രമുള്ള വിഷ്വലുകളിൽ രാമനായ രൺബീർ കപൂർ ആർക്കോ നേരെ അമ്പെയ്യുന്ന ദൃശ്യമാണ് കാണാൻ സാധിക്കുന്നത്. ആ സീനൊട്ടും തന്നെ കൺവിൻസിംഗ് ആയ രീതിയിലല്ല പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സിനിമ റിലീസ് ചെയ്യാൻ ഇനിയും 1.5 വർഷത്തോളം ഉള്ളതുകൊണ്ട് അവർ അത് വെടിപ്പായി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഗ്ലിംസിൻ്റെ തുടക്കത്തിൽ ബ്രഹ്മ, വിഷ്ണു, ശിവൻ എന്നിവരെ കാണിച്ചത് നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്.